ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പാർട്ട് 2 ചെന്നൈ വ്ളോഗത്തെ പാർട്ട് 2യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും പല പല സ്ഥലത്താണ്. ഞാൻ ഇവിടെ ടി വിൻ്റെ ഇവിടെ കിടക്കുകയായിരിക്കും, എന്തൊക്കെയോ കാട്ടി. പിന്നെ ഞങ്ങൾ മറീന ബീച്ചിലേക്ക് പോയി. ഞാൻ ബീച്ച് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പിന്നിൽ അഭിരാംദാസ്, പിന്നെ അമ്മ ജിജു വല്യമ്മ, മുന്നിൽ ഗീത വല്യമ്മ, അമ്മമ്മ എല്ലാവരും ഉണ്ട്. അച്ചു ചേച്ചിയും അമ്മച്ചനും വന്നില്ല. അച്ചു ചേച്ചിന് കുറേ നിർബന്ധിച്ചു, പക്ഷെ അച്ചു ചേച്ചി വന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നടക്കണം പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് നടന്നു, ബസ് സ്റ്റാൻഡ് വരെ നടന്നു. ഇന്ന് കാർ കിട്ടില്ല, അപ്പോൾ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ നടന്നു. പിന്നെ ഇങ്ങനെ നടന്നു. ഓരവിടെ എന്തോ നോക്കിയതാണ്, അപ്പോഴേക്കും എന്തോ മറന്നു. നടന്നു, മുന്നിൽ ഗീതവല്യമ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ നടന്നു. അപ്പം ഞങ്ങൾ ബസ് കയറി. ഇപ്പം സീറ്റ് കിട്ടിട്ടോ. ഞാനും അമ്മമ്മയും ഇവിടെ, മുന്നിൽ അമ്മ ജിജു വല്യമ്മ, അവിടെ ബയ്യ ഗീതവല്യമ്മ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കുറച്ച് നേരം നിന്നിരുന്നു. 15 മിനിറ്റോളം ഇരുന്നു കേട്ടോ, ഒരു 15 മിനിറ്റോളം ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്നാണ് മറീന ബീച്ചിലേക്ക് കയറേണ്ടത്. ഒരു നല്ല ആൽമരത്തിൻ്റെ ചോട്ടിലാട്ടോ, നല്ല രസമുണ്ട് ആൽമരം കാണാൻ. തണലത്താണ് നിൽക്കുന്നത്. പിന്നെന്താ, ആ ബസ്സിൽ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്, കാല് കുത്താൻ പോലും വയ്യ. ആൾക്കാർ ഡോറിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ബസ് കയറിയില്ല. പിന്നെ ഉള്ളൊരു ബസ്സിൽ ആളില്ലെങ്കിലും സീറ്റ് കിട്ടിയില്ല. മറ്റേ ബസ്സിൻ്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അവിടെ നിന്ന് പോകാൻ പറ്റും. മറ്റേ നിന്ന് തിരിയാൻ കൂടി സ്ഥലമല്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മറീന ബീച്ച് എത്തിയത്. പിന്നെ മറീന ബീച്ചിൻ്റെ കൂടെയൊക്കെ ചുറ്റും നടന്ന് കാണാൻ പോവാണ്. പിന്നെ ആ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ബീച്ച് കാണാം. പിന്നെ അതാ ഒരു കുതിര പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ക്യാമറ ഇടിച്ചപ്പോൾ അത് മാറിപ്പോയതാണ്. പിന്നെ അതാ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് കുറച്ച് നേരം കൂടി ഇരുന്നു. ആ അറ്റം വരെ പോവണമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ബസ് ഇറങ്ങി. പിന്നെ കൈ പിടിച്ചിട്ട് പോയി, കാരണം നല്ല തിരക്കുണ്ടാവുകൊണ്ട് ആൾ മാറും വെച്ചിട്ട്, മീൻസ് കൂട്ടം തെറ്റിപ്പോവും, മീൻസ് അങ്ങനെ വെച്ചിട്ട് കൂട്ടം തെറ്റിപ്പോവിച്ചിട്ട് ഞങ്ങൾ കൈ പിടിച്ചു. അപ്പം അഭിരാംദാസ് എന്തിനാ തിരിച്ചത് അറിയോ? ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഒരു കാള പോയി. അപ്പോൾ ഞാൻ മുന്നിലേക്ക് നിന്നു. സൈഡിൽ എൻ്റെ മുന്നിൽ തന്നെ ബാക്കിൽ കൂടെ ഒരു കാള അവിടെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നെ ഒന്നും നോക്കില്ല, നേരെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ചിരിച്ചു. അപ്പോൾ ഞാൻ മാറിയിരുന്നു. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത്, ഏതാ സ്ഥലം എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഇവർ കണ്ടുപിടിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു. അത് കാണാൻ നല്ല രസമുണ്ട്, അതൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ നടന്നു, കുറേ നടന്നു. ഇവിടെയും കുറേ അത്യാവശ്യത്തിന് നടക്കാനും പിന്നെ ബസ്സിലൊക്കെയാണ് ഇന്ന് കുറേ പോയിട്ടുള്ളത്. പിന്നെന്താ, ഞങ്ങളിങ്ങനെ ഇങ്ങനെ സ്ഥലം കണ്ടു. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ജയലളിതേൻ്റെ സ്മാരകമാണ് കേട്ടോ. ഇനി നമ്മളിങ്ങനെ കുറച്ചും കൂടി MGRൻ്റെ സ്മാരകമാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ഇതാണ് ജയലളിതേൻ്റെ സ്മാരകം, കണ്ടോ? അതാണ് ജയലളിതേൻ്റെ സ്മാരകം പറയണത് കേട്ടോ. അതാണ് ജയലളിതേൻ്റെ സ്മാരകം. പിന്നെ ഇത് അവിടെയുള്ള ഒരു സ്കെൽട്ടൻ പോലെയുള്ള, ഇത് മറീന ബീച്ചിക്ക് ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗാന്ധിജിയാ തോന്നുന്നുണ്ട്. ആളെന്തോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കൊടിയും പിടിച്ചിട്ട്. എനിക്ക് നല്ല രസം തോന്നി. പിന്നെ അവിടെ ആൾക്കാരൊക്കെ ആയിട്ടെന്നെ നോക്കിയത്. അവിടെ ഒരു ഡപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ പൈസ ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നു. കാല് നല്ല ചെരുപ്പിട്ടപ്പോഴേ ചെരുപ്പ് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഊരിയിട്ട് നടന്നു. ചെരുപ്പ് ഊരി ഇങ്ങനെ കുറച്ചും കൂടി നടന്ന് കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ അവിടെ കുതിരേനെ കണ്ടു. കുതിര സവാരി മറീന ബീച്ചിൽ ചുറ്റും ഉണ്ട് കേട്ടോ. കുതിര സവാരി മീൻസ് കുതിരേനെ പുറത്ത് കയറുന്നതുണ്ട്, കുതിര വണ്ടി ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ട് കേട്ടോ കുതിര. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ചുറ്റും വന്നിരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ നേരം നടന്നു. പിന്നെ ഇങ്ങനെ നടന്ന് അതാ അപ്പം നീല കണ്ടില്ല, അതാണ് ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ
ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി. യെസ് ഗേൾസ്, നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ബീച്ച് ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞാനും അഭിരാംദാസും കൂടിയും അവിടെ ഇരുന്നു. അതാ അവിടെ നിൽക്കണ അഭിരാമ കേട്ടോ, വേറെ കാര്യമില്ല. അതാ പിന്നെ ബാക്കിൽ അമ്മമ്മക്ക് ഉണ്ട്, അമ്മ. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെള്ളത്തിലൊക്കെ ഇരുന്ന് ആകെ നനഞ്ഞു. പിന്നെ തല തോർത്തി. പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു. ആ ലൈറ്റ് കാണുന്നതൊക്കെ കട കേട്ടോ. ഇഷ്ടം പോലെ പറഞ്ഞാൽ കുറേ കട ഉണ്ട്. കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെ കട ഉണ്ട് അവിടെ. പിന്നെ കുറേ പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതവിടെ ഏതോ വണ്ടി പോയതിൻ്റെ അവിടെ വണ്ടികളുണ്ട് കേട്ടോ. ട്രാക്ടർ പോലെയുള്ള വണ്ടി, മറ്റേ എന്തോ ഒരു വണ്ടി ഉണ്ട്. ആ വണ്ടീനെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ ബസ് കുറേ നേരം കാത്തുനിന്നു, ബസ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവസാനം ഓട്ടോറിക്ഷ വിളിച്ചു. പിന്നെ ഓട്ടോറിക്ഷയിലായി യാത്ര. പിന്നെ ഓട്ടോയിൽ ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിലേക്കാണ് ആദ്യം ഓട്ടോ പറഞ്ഞത്. പിന്നെ ഫ്ലാറ്റിൽ തന്നെ എത്തി. ഫ്ലാറ്റിൽ ഇറങ്ങി. പിന്നെ ഫ്ലാറ്റിൽ നടന്നു. എൻ്റെ മുഖം കണ്ടാൽ അറിയാം, നല്ല ടയേർഡായിട്ടുണ്ട് ഞാൻ. പിന്നെ ആ ഓട്ടോയിലാണ് നമ്മൾ വന്നത് കേട്ടോ. പിന്നെ കണ്ടില്ല, ആ മുഖം ശ്രദ്ധിച്ച് നോക്കി, ഞാൻ ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.